സംസ്ഥാനത്ത് അതിതീവ്ര മഴ തുടരുന്നു. നാളെ കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ റെഡ് അലർട്ട് പ്രഖ്യാപിച്ചു. മലപ്പുറം, കോഴിക്കോട്, വയനാട് ജില്ലകളിൽ ഓറഞ്ച് അലർട്ടുമാണ്. തുടർച്ചയായി മഴ ലഭിക്കുന്ന പ്രദേശങ്ങളിൽ പ്രത്യേക ജാഗ്രത വേണമെന്ന് നിർദ്ദേശമുണ്ട്. കേരള തീരത്ത് 60 കിലോമീറ്റർ വേഗത്തിൽ കാറ്റ് വീശാനും സാധ്യത. ഫുട്ബോൾ ഇതിഹാസം മെസ്സിയെയും അർജന്റീന ടീമിനെയും കേരളത്തിൽ കൊണ്ടുവരാൻ പണമടച്ചു. 130 കോടി രൂപയാണ് നൽകിയത്. ഇനി വന്നില്ലെങ്കിൽ കരാർ ലംഘനം, നിയമ നടപടി സ്വീകരിക്കും. പണം വാങ്ങി വരാൻ കഴിയില്ലെന്ന് പറയുന്നത് ചീറ്റിംഗ് ആണ്. പണം വാങ്ങുന്നതിന് മുന്നേ ഇക്കാര്യത്തിൽ വ്യക്തത വരുത്താം. പ്രധാന സ്പോൺസർ ഇന്ന് വാർത്താ സമ്മേളനത്തിലാണ് ഇക്കാര്യം അറിയിച്ചത്. കേരളത്തിലെ സ്കൂളുകളിൽ ഓണപരീക്ഷ ഓഗസ്റ്റ് 18 മുതൽ 29 വരെ നടത്താൻ തീരുമാനം. പൊതുവിദ്യാഭ്യാസ ഡയറക്ടറുടെ അധ്യക്ഷതയിൽ ചേർന്ന വിദ്യാഭ്യാസ ഗുണമേന്മ സമിതി യോഗത്തിന്റേതാണ് തീരുമാനം. സാമ്പത്തിക തട്ടിപ്പ് കേസിൽ നടൻ കൃഷ്ണകുമാറിന്റെ മകൾ ദിയയുടെ സ്ഥാപനത്തിലെ മുൻ ജീവനക്കാരികൾ കുറ്റം സമ്മതിച്ചു. കടയിലെത്തിച്ച് അന്വേഷണ സംഘം നടത്തിയ തെളിവെടുപ്പിനിടെയാണ് QR കോഡ് വഴിയുള്ള പണം തട്ടൽ പ്രതികൾ സമ്മതിച്ചത്. 40 ലക്ഷത്തിന്റെ തട്ടിപ്പാണ് ഇതേവരെ കണ്ടെത്തിയത്.